പൊതുസേവനമെന്ന വലിയ ആഗ്രഹത്തോടെ അലീഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക നൽകി. അതും പ്ലാന്റേഷൻ കോർപ്പറേഷൻ അക്കൗണ്ട് വിഭാഗത്തിലെ ജോലി രാജിവെച്ചുകൊണ്ട്. ഈ മാസം 10-ാം തീയതിയാണ് അലീഷ ജോലി രാജിവെച്ചത്. ജനവിധി എന്തു തന്നെ ആയാലും ഇനി പൊതുപ്രവർത്തനമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു. ഞാൻ ആദ്യം ICICI ബാങ്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് പിന്നെയാണ് എനിക്ക് പ്ലാന്റേഷനിൽ ജോലി കിട്ടുന്നത്. അപ്പം ഈ ഒരു ഓഫർ വന്നപ്പോഴത്തേക്കിനും ഞാനത് റിസൈൻ ചെയ്തു. അതായത് എൻ്റെ അച്ഛനൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു, അതൊരു പ്രചോദനമായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കിനും ഞാനത് സ്വീകരിക്കുകയാണുണ്ടായത്. നാട്ടകത്തെ ഉമ്മൻചാണ്ടി എന്ന വിളിപ്പേരുള്ള പിതാവ് ജേക്കബ് ആയിരുന്നു അലീഷയുടെ രാഷ്ട്രീയ ഗുരു. കോളേജ് കാലത്തെ KSU പ്രവർത്തനം സ്ഥാനാർത്ഥി നിർണയത്തിൽ അലീഷയ്ക്ക് മുതൽക്കൂട്ടായി. എന്നെ സംബന്ധിച്ച് ഞാനൊരു തുടക്കക്കാരിയാണ്. എന്നാലും ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കാണിക്കുന്ന സ്നേഹം ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക് തരുന്നത്. സീറ്റ് ഉറപ്പായിട്ടും പിടിച്ചെടുക്കും. ഞങ്ങൾ എല്ലാവരും നല്ല കൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല പ്രതികരണമാണ് തരുന്നത്. ഞങ്ങൾ ഇത്തവണ പിടിച്ചെടുത്തിരിക്കും. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കണക്ക് കൂട്ടിയിരുന്ന അലീഷ ഇന്നിപ്പോൾ കണ്ണാടിക്കടവ് വാർഡിലെ ജനങ്ങളുടെ മനസ്സ് കണക്ക് കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ജോബിൻ തേക്കടിക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, കോട്ടയം.